പാർക്കിംഗ് കൊച്ചിയെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണെന്ന് നമുക്കറിയാം. കൊച്ചിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, മനസ്സിലായില്ലേ? വാഹന ഉടമകളെ പോലെ തന്നെ കാൽനട യാത്രികരെയും പാർക്കിംഗ് വലയ്ക്കുന്നുണ്ട്. അധികാരപ്പെട്ടവരും പൊതുജനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. കേരളത്തിൽ മറ്റെവിടെയുമില്ലാത്ത പൊതുഗതാഗത സൗകര്യമുള്ള നഗരമാണ് കൊച്ചി. എന്നിട്ടും നഗരത്തിലെ പാതകളിൽ വാഹനങ്ങളുടെ തിരക്കൊഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങും റോഡിൻ്റെ വശങ്ങളിലേക്കും പ്രധാന പാതയോട് ചേർന്നുള്ള ഇടവഴികളിലേക്കും നീളുകയാണ്. നീണ്ട നിരയാണ്. അതിപ്പോൾ കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിലെന്നോ തണൽമരമെന്നോ വ്യത്യാസമില്ല. ഒന്നല്ല, പല ഇടങ്ങളിലായി നഗരങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. നിശ്ചിത സ്ഥലത്ത് പാർക്കിംഗ് സാധ്യമാകാതെ വരുമ്പോൾ ഉടമകൾ വാഹനം അവരുടെ സൗകര്യത്തിന് വെക്കും. അത് പിന്നെ സ്ഥിരം പാർക്കിംഗ് സ്ലോട്ടായി മാറും. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും പോണ വണ്ടി നമ്മൾ തട്ടിയിട്ട് മെയിൻ ആക്കാതെ അവരങ്ങ് പോകും. ഈ ബൈക്കും ഇതൊക്കെ വെക്കുമ്പോൾ റോഡിലേക്ക് ഇങ്ങോട്ട് തള്ളിയിട്ടൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മളെ കാൽനട യാത്രക്കാർക്ക് നല്ലൊരു ബുദ്ധിമുട്ട്. മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും, സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങളിലെ തോന്നും പടിയുള്ള വില നൽകിയാലും ഉറപ്പില്ലാത്ത സുരക്ഷ എന്നിവയാണ് വാഹന ഉടമകളെ വലയ്ക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാൻ പോകുകയാൽ വണ്ടി ഒതുക്കി നിർത്തി ഒരാളെ ഇറക്കി പൈസ നമ്മൾ മേടിക്കുന്ന സമയത്തായിരിക്കും ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ചിലത് അറിയാതെ തന്നെ നമ്മളറിയില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റിന് ചെല്ലുമ്പോഴായിരിക്കും പൈസ ഒക്കെ ഒപ്പിച്ച് കണക്ക് ടെസ്റ്റ് പാസ്സാക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഒരു 1000 രൂപ 4 ഫൈനുണ്ട് എന്ന് പറയും. അപ്പോൾ സിറ്റിയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങിന് പ്രശ്നമാണ്. നമ്മളുടെ കോർപ്പറേഷൻ തന്നെ ഇപ്പോൾ ഒരു ഏരിയ അവർ കൈയടക്കിയിട്ട് അവർ പാർക്കിംഗ് ഫീസ് മേടിക്കണം. മേനക ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ പാർക്കിൻ്റെ ഏരിയയിലൊക്കെ റോഡരികല്ലേ പാർക്കിംഗ് പറഞ്ഞ പോലെ നമുക്ക് അത് നോക്കി നമ്മളിപ്പോൾ ഫാമിലീനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫാമിലീനെ അവിടെ ഇറക്കിയിട്ട് അത് സെർച്ച് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. എറണാകുളത്താണെങ്കിൽ ഇപ്പോൾ എവിടെ നമുക്ക് പാർക്ക് ചെയ്താലും അപ്പോൾ ഇതിൽ പോലീസ് വന്നിട്ട് അപ്പോൾ രീതിയിലുള്ള ഫൈൻ വരും. അതേസമയം നഗരത്തിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമം കോർപ്പറേഷന്റെ പരിഗണനയിലുണ്ട്. എറണാകുളം മാർക്കറ്റിനോട് ചേർന്ന് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ് ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന് കൊച്ചിൻ മേയർ എം അനിൽകുമാർ പറഞ്ഞു. പൊതുജനത്തിന്റെ സഹകരണത്തോടുകൂടിയേ പാർക്കിംഗിൽ പുതിയ സംസ്കാരം കൊണ്ടുവരാൻ സാധിക്കൂ എന്നും മേയർ അഭിപ്രായപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.